ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ സേവ് ആപ്പിലെ ടോട്ടലി ഫീച്ചേഴ്സുകൾ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടുന്നത്. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി മാർക്കറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്, ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ടോട്ടലി 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, അങ്ങനെ A to Z കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഏകദേശം 8ഓളം ഭാഷകളിൽ ഇപ്പൊ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നുണ്ടാകും അറബി, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഇങ്ങനെയുള്ള ഭാഷകളിലൊക്കെ ഇത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ട്യൂട്ടോറിയൽ ആപ്ലിക്കേഷനുള്ളിലുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കാം ഓരോന്നും ഓപ്പൺ ചെയ്യുമ്പോൾ അതിവിടെ കാണിക്കും. കണ്ടോ ട്യൂട്ടോറിയല്? ഇത് വായിച്ചുകൊണ്ട് ഓരോ ഫീച്ചേഴ്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോ ഇനി നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് ഞാൻ പറയാം. ഇതിലുള്ള ടോട്ടലി കാര്യങ്ങൾ: പേയ്മെന്റ്സ്, റെസിപ്റ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, ബില്ലിംഗ്, അസറ്റ്, ലയബിലിറ്റി, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, പാസ്വേഡ് മാനേജർ, ഡോക്യുമെന്റ് മാനേജർ, ടാസ്ക്, ഡയറി, ഡ്രീം, മൊബൈൽ റീചാർജ് ആൻഡ് DTH റീചാർജ്, വിസിറ്റിംഗ് കാർഡ്, വെബ്സൈറ്റ് ലിങ്ക്, എമർജൻസി നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. പേയ്മെന്റ്സ്, റെസിപ്റ്റ്, ഈ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വരവ് ചെലവ്. റെസിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വരവ്, വരുമാനം. പേയ്മെന്റ്സോ ചെലവുകൾ, നമ്മുടെ ചെലവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിക്കുന്നത്. വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോ പേയ്മെന്റ്, നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പേയ്മെന്റ് എന്തായാലും നമ്മൾ ഗൂഗിൾ പേയിലൂടെയാണ് കൊടുക്കുക, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ സേവ് ആപ്പ് ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇവിടെ ഇപ്പോ ടീ, മോർണിംഗിൽ നമ്മളൊരു ടീ ആണെങ്കിൽ ടീ സ്നാക്സ്, ഇന്ന് 15-ാം തീയതി, അല്ലെ? ഇപ്പൊ ഞാൻ ഇന്ന് മോർണിംഗില് 20 രൂപ ബാങ്കിൽ നിന്ന് കൊടുത്തു. പൊന്നാനി വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് പേയ്മെന്റ് അയക്കാൻ പറ്റും. ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഒക്കെ ഉപയോഗിച്ച് നേരെ ആ ഹോട്ടലിലുള്ള സ്കാനർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറിലോ പേയ്മെന്റ് അയച്ചു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യും. ഇനി ഇത് ഇതിലൂടെ അയച്ചിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഓൾറെഡി അത് റെക്കോർഡ് ആയിട്ടുണ്ടാവും. കണ്ടോ? 15-ാം തീയതി ടീ സ്നാക്സ് 20 രൂപ. ഇനി ഇന്നലെ 14-ാം തീയതി, ഇന്നലത്തെ ചെലവുകൾ ഞാനിതിൽ ആഡ് ചെയ്ത് കാണുന്നില്ല, അല്ലേ? 13 വരെ കാണുന്നുണ്ട്, 14 ഇല്ല. ഇപ്പൊ 14-ാം തീയതി നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഈ ഡേറ്റിന്റെ അവിടെ സെലക്ട് ചെയ്യാം, 14 ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് 14-ാം തീയതി നമ്മുടെ എക്സ്പെൻസ് എന്താണോ അത് നമ്മൾ എടുക്കുക. 14-ാം തീയതി എന്താണ് നമ്മുടെ ചെലവ്? ഇപ്പോ ഗ്രോസറി വാങ്ങിച്ചു, അതിന്റെ എമൗണ്ട് കൊടുക്കുക. എന്താ വാങ്ങിച്ചു വേണമെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്യാട്ടോ. ഓക്കെ, കണ്ടോ? ഇപ്പൊ 14-ാം തീയതി അവിടെ വന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചെലവുകൾ ഇതിങ്ങനെ ആഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ കൂട്ടാനോ കുറക്കാനോ ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് റിപ്പോർട്ട്, ഏറ്റവും താഴത്ത് കാണുന്നുണ്ടാകും റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ? എക്സ്പെൻസ് എല്ലാതും ഇവിടെ കാണാം. ഗ്രോസറി 3504 രൂപയ്ക്ക് 1-ാം തീയതി മുതൽ ഇന്നലെ വരെ വാങ്ങിച്ചത്. അപ്പൊ ആ വ്യൂ ബട്ടൺ ഗ്രീൻ കളറിൽ കാണുന്നില്ലേ? ആദ്യമേ ക്ലിക്ക് ചെയ്താൽ
വാങ്ങിച്ച ഡേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. ഇതേപോലെ തന്നെ നമുക്ക് മിൽക്ക് ബേക്കറി വാങ്ങി 624 രൂപക്ക് ടോട്ടലി. അത് എത്ര ദിവസമാണ് എന്നുള്ളത് അവിടെ കാണിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല്, അതേപോലെ തന്നെ അടുത്തത്, അതേപോലെ തന്നെ ഡ്രസ്സ് വാങ്ങിച്ചത് നോക്കാം, 2 പ്രാവശ്യമായിട്ട്, ഒന്ന് 3200-നും 1300-നും, 1-ാം തീയതി 4-ാം തീയതി. അതേപോലെ തന്നെ ഡീസൽ പെട്രോള് ഓപ്പൺ ചെയ്താൽ അറിയാം ഏതൊക്കെ ദിവസം ആ പെട്രോൾ അടിച്ചിട്ടുണ്ട്. 1-ാം തീയതി, 2, 4, 6, 8, 11, 12-നൊക്കെ ഡീസൽ അടിച്ചിട്ടുണ്ട്. ഇതൊരു 5 വർഷം 10 വർഷം കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ എവിടുന്നാണ് ചെയ്തത് വരെ അറിയാൻ പറ്റൂട്ടോ. നമ്മൾ എവിടുന്നാണ് പെട്രോൾ അടിച്ചത്, ഏത് പമ്പിൽ നിന്നാണ്, അതല്ലെങ്കിൽ എവിടുന്ന, എല്ലാം ലഞ്ച്. ഇങ്ങനെ ഉപ്പ ബട്ടൺ ഡേറ്റ് 2500, 2500, 3161. ഇതേപോലെ എല്ലാ കാര്യം, ബാർബർ ഷോപ്പ് പോയത്, മൂവി കണ്ടത്, എല്ലാ കാര്യങ്ങളും ഇതുണ്ടാവും. കാറിന്റെ EMI കെട്ടിയത്, എല്ലാ കാര്യങ്ങളും കണ്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ ഇനി റെസിപ്റ്റിലാണെങ്കിലോ ഇത് ഉപയോഗിക്കേണ്ടതോടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വരുമാനം ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് സാലറി കിട്ടി കഴിഞ്ഞാൽ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്കൊരു സാലറി കിട്ടുകയാണ്. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് ഒരു വരുമാനം കിട്ടിയെന്ന് കൂട്ടാം. ആ ബിസിനസിന്റെ അത് നമ്മുടെ ഇൻകം അക്കൗണ്ട് അല്ലെ. നമുക്ക് ഓൾറെഡി ഇതിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം, എന്തിന്റെയാണോ ഇൻകം എന്നുള്ളത്, ബിസിനസ് എത്ര രൂപയാണ് നമുക്ക് ഇൻകം കിട്ടിയിട്ടുള്ളത്. ഒരു 50,000 രൂപയാണെങ്കിൽ 50,000 രൂപ നമുക്ക് നമ്മുടെ വരുമാനത്തിൽ നമുക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അത് എന്ത് ബിസിനസിന്റെ ആയിരുന്നു അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഈ സേവ് ആപ്പിലാണെങ്കിൽ സേവ് ആപ്പ് എന്ന് എനിക്ക് സേവ് ചെയ്യാം. അതവിടെ റീകോഡ് ആയിട്ടുണ്ടാകും. കണ്ടോ, 50,000 രൂപ. ഇതേപോലെ നമ്മുടെ വരവ്, സോറി, ഓക്കെ, നമ്മുടെ ഇൻകം ഇവിടെ ആഡ് ചെയ്യാം. അതേ കൂടെ വാലറ്റ്, അടുത്തത് വാലറ്റ്. നമുക്ക് ഈ വാലറ്റിൽ കറക്റ്റ് നമ്മൾക്ക് നമ്മുടെ ചെലവുകൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ 50,000 രൂപ ആഡ് ചെയ്തു. ആ 50,000 രൂപ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ചെലവഴിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ കാണിക്കും. കണ്ടോ, ഓപ്പണിംഗ് ബാലൻസ് ആണ് 50,000. ഓക്കെ, ചെലവാകുന്നത് മൈനസ് ആയിട്ട് അവിടെ വാലറ്റിൽ നമ്മൾ ആഡ് ചെയ്താൽ അത് കാണിക്കും. ബഡ്ജറ്റ്, ഇപ്പൊ നമ്മൾ അറിയില്ല, എല്ലാ കാര്യങ്ങളും പറയും ബഡ്ജറ്റ് എടുക്കുക, ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറയാറില്ലേ. അതേപോലെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു മാസം ബഡ്ജറ്റ് നിയന്ത്രിക്കാം. എങ്ങനെ? 2,000 രൂപ ഗ്രോസറി, 2,000 രൂപ ഫിഷ്, 2,000 രൂപ ഇന്നത്, 2,000 രൂപ ഇന്നത്, ഇങ്ങനെ കറക്റ്റ് നമുക്ക് ഒരു ബഡ്ജറ്റ് നിയന്ത്രിക്കാൻ പറ്റും. ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ ഇപ്പോ കാർ വാഷിംഗ്, ഇപ്പൊ ഒരു മാസത്തില് 4 പ്രാവശ്യങ്ങൾ നമ്മൾ കഴുകുന്നു കൂട്ടാം. അപ്പൊ മിനിമം 400 രൂപയല്ലേ വരുന്നത്. 4, 8, 16 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1,600 രൂപയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ കാറിന്റെ ഒരു ബഡ്ജറ്റ്. ഓക്കെ, ഇപ്പൊ ഇവിടെ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? 1,600 രൂപ. ജനുവരിയിൽ 1,600, ഫെബ്രുവരിയിൽ. ഇതാണ് എന്റെ ബഡ്ജറ്റ് കിട്ടും. ഇനി വല്ല പെരുന്നാളോ ഓണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകളൊക്കെ വരുമ്പോ കൂടുതൽ ഇടയ്ക്ക് 1-2 പ്രാവശ്യം കൂടുതൽ സർവീസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാസം, ഇപ്പോൾ ഓഗസ്റ്റിലാണെങ്കിൽ ആ ഓഗസ്റ്റിന്റെ അവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ 1,600 ഉള്ളത് ഒരു സർവീസും കൂടി കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ 1,600 പ്ലസ് 400, 2,000 അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ അവിടെ 2,000. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് റിമൈൻഡിങ് തരും. കാർ വാഷിംഗ്, കാറ്, ഇപ്പൊ നമ്മൾ ഇവിടെ പേയ്മെന്റ് ഉണ്ടോ, നമ്മുടെ ബഡ്ജറ്റ് ഓവറായി എന്നുള്ളത് കാണിക്കുന്നു.
അത് കറക്റ്റ് നമ്മൾ റിമൈൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അത് നമ്മളൊരു ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യം. ഇതേപോലെ നമുക്ക് എത്ര കാര്യങ്ങൾ വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രോസറിക്ക് വേണമെങ്കിൽ ഗ്രോസറിക്ക് നമുക്കൊരു ഒരു വീട്ടിലെ ഒരു ബഡ്ജറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഇവിടെ വെക്കാം. ഇപ്പൊ ഞാൻ ഓൾറെഡി എന്റെ പ്രോഗ്രാം 8,000 രൂപ, ഏപ്രിൽ 14,000 രൂപ, അങ്ങ് ആ രീതിയിൽ സെപ്റ്റംബറിൽ 20,000 രൂപ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോ റെസിപ്റ്റ്, പേയ്മെന്റ്, റെസിപ്റ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, നമ്മുടെ ചെലവുകൾ, അതേപോലെ മണി കൺട്രോള്, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഇനി ബില്ലിംഗ്, ബില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഡിജിറ്റൽ ബിൽ കൊടുക്കാൻ പറ്റും. ഡിജിറ്റൽ ബിൽ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നമുക്കൊരു സ്ഥാപനമുണ്ട്, ഡിജിറ്റൽ ബില്ല് കൊടുക്കുക, നമ്മൾ കൊടുക്കുന്ന സർവീസിനോ സേവനത്തിനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ബഡ്ജറ്റ്, ഒരു കണക്ക്, ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിക്കാം എങ്ങനെയാണ് ബില്ലിംഗ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇതില് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ബ്ലാക്ക് കളറിൽ കാണിക്കുന്നില്ലേ ചക്രം, അതിന്മേൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈൽ, അതിന്റെ തൊട്ട് താഴത്ത് ബിൽ ഹെഡർ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു സ്ഥാപനം, ഓക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്ന ആ ഒരു എന്തോ ആവട്ടെ, അതിനനുസരിച്ച് ഇപ്പൊ ഞാൻ ഒരു ഹെഡ് കൊടുക്കുകയാണ്. ശരിക്കും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ഒരു സ്ഥാപനത്തിന്റെ പേര് ഞാൻ കൊടുക്കുന്നു. മൈക്ക് ആരോ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് മ്യൂട്ട് ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അവിടുത്തെ അഡ്രസ്, കാര്യങ്ങള്, മൈക്ക് ഓപ്പൺ ആയ ആള് ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ട് സാറേ. ആരാണ് അതേമ കളിക്കുന്നത്? ഓക്കെ, ആലത്തിയൂർ മറുവ വെജിറ്റബിൾ എന്ന് പറയുന്ന ഒരു ഷോപ്പിന്റെ ഇപ്പോ അവിടുത്തെ ഫോൺ നമ്പറുകൾ കൊടുക്കാം. ഇതേപോലെ നമ്മൾ ചെയ്ത് ഇവിടെ വേറെ ആണെങ്കിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. പിൻകോഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഓക്കെ, എന്തൊക്കെയാണോ ഒക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ. ഓക്കെ, സബ്മിറ്റ്. ഓക്കെ, എന്നിട്ട് ബില്ലിങ്ങിൽ വരിക. ബില്ലിങ്ങിൽ വന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇപ്പോ ഞാൻ ഒരാൾക്ക് ബില്ല് കൊടുക്കുകയാണ്. സംസുദ്ദീൻ എന്റെ കസ്റ്റമറാണ്. മിനിമം ഒരു 500 രൂപയുടെ വെജിറ്റബിൾ അയാൾ വാങ്ങിച്ചത് കൂട്ടും. അത് എന്തൊക്കെയാണ് വാങ്ങിച്ചത്? ടൊമാറ്റോ ആണെങ്കിൽ ടൊമാറ്റോ, ചില്ലി, അതേപോലെ തന്നെ പൊട്ടാറ്റോ, ഇതൊക്കെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻകം ആണ് അല്ലെ, ഇൻകം സേവ് ചെയ്യും. ഇപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ഈ ബില്ല് അങ്ങ് അയച്ചു കൊടുക്കാൻ പറ്റും. കണ്ടോ, ബില്ല് നമുക്ക് അയച്ചു കൊടുക്കും. ഇന്ന കസ്റ്റമർക്ക് 15-ാം തീയതി ഇത് നേരെ അവരുടെ വാട്സപ്പിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എത്ര ബിൽ വേണമെങ്കിലും ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ഇനി അത് കഴിഞ്ഞാലോ, അസറ്റ്. നമ്മുടെ അസറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിലൂടെ ഫോളോ അപ്പ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്കിപ്പോ ഒരുപാട് അസറ്റുകളുണ്ട്. പല ആളുകൾക്കും വീടുണ്ട്, കാറുണ്ട്, അതല്ലെങ്കിൽ ലാൻഡുകളുണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്, ബിസിനസ്. അപ്പൊ അതിന്റെ ഒക്കെ കാര്യങ്ങൾ നമുക്കിതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ചെയ്തു വെക്കാം. ലയബിലിറ്റി, നമ്മുടെ ബാധ്യതകള്, കടങ്ങള്, കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി
അടക്കാനുള്ളതാണെങ്കിലും കൊടുക്കാനുള്ളതാണെങ്കിലും എല്ലാം ഇതിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ ഇൻഷുറൻസ്, നമുക്ക് ഒരുപാട് ഇൻഷുറൻസുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് ജോയിൻ ചെയ്യും. 1-2 മാസമൊക്കെ നമ്മളെ ആ ജോയിൻ ചെയ്യിപ്പിച്ച ആളുകൾ ഫോളോ അപ്പ് ചെയ്യും, പിന്നെ അതങ്ങ് വിട്ടുവെക്കും അല്ലെ, അടക്കാതെ, ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ അടക്കാതെ പോകും. നേരെ മറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ കാര്യവും ഇവിടെ എന്ത് ചെയ്യാം, ഏത് ഇൻഷുറൻസ് ആണോ അതിന്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അതിന്റെ പ്രീമിയം എമൗണ്ട് കാര്യങ്ങൾ, അത് എന്ന് മുതൽ തുടങ്ങി എന്നാണ് അതിന്റെ ക്ലോസിങ്, എല്ലാം ഇതിൽ കൊടുക്കാം. കറക്റ്റ് നമ്മള് റിമൈൻഡിങ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ പല ഭാഗങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അത് എവിടെയാണ്, എന്തിന്റെയാണ്, ഏതിന്റെയാണ് എന്നുള്ളതൊക്കെ കറക്റ്റ് നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പാസ്വേഡ് മാനേജർ, പാസ്വേഡുകൾ, ഇന്ന് ഒരുപാട് പാസ്വേഡ് ഉള്ള കാലാണ് അല്ലേ, നമ്മളിങ്ങനെ തപ്പി നടക്കും. ഇപ്പൊ തന്നെ സേവ് ആപ്പിൽ ജോയിൻ ചെയ്താൽ തന്നെ ആളുകൾ 4 ദിവസം കഴിഞ്ഞാല് പാസ്വേഡ് മറന്നു, യൂസർ നെയിം മറന്നു എന്നൊക്കെ പറയും. അപ്പൊ അവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പൊ സേവ് ആപ്പ്, സേവ് 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 ആപ്പ്, സേവ് ആപ്പിൽ നമുക്കൊരു യൂസർ നെയിം ഉണ്ടാകും അല്ലെ, യൂസർ നെയിം ഉണ്ടായിരിക്കും. അതേപോലെ സേവ് ആപ്പിൽ നമുക്കൊരു പാസ്വേഡ് ഉണ്ടാകും, ഒരു പാസ്വേഡ് ഉണ്ടാകും, ഒരു 8 10 പാസ്വേഡ് ഉണ്ടാകും. സേവ് ആപ്പിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് MySaving.in ഉണ്ട്, MySaveApp.com ഉണ്ട്. ഓക്കെ, നമുക്ക് അതിന് എന്തെങ്കിലും ഹെഡ് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ, മാർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ സബ്മിറ്റ് കൊടുക്കാം. ഇപ്പൊ ഞാനത് കൊടുത്തു, കണ്ടോ? ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ പിന്നീട് ഈ പാസ്വേഡ് മാനേജറിൽ വന്നിട്ട് ഒന്നങ്ങ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണിക്കും. അപ്പൊ നമുക്ക് ഇതങ്ങ് ഓപ്പൺ ചെയ്താൽ മതി, കണ്ടോ? അതവിടെ കാണിക്കും. ഈ കണ്ണിന്റെ ഒരു ചിത്രം കാണുന്നില്ലേ, അതിന് ക്ലിക്ക് ചെയ്താല് പാസ്വേഡ് ഓപ്പൺ ആകും. ഇങ്ങനെ നമുക്ക് നമുക്ക് പല പാസ്വേഡുകളും ഇല്ലേ, അതൊക്കെ ഇതിനുള്ളിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ ഡോക്യുമെന്റ് മാനേജർ, നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ആധാർ കാർഡോ പാൻ കാർഡോ ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റുകള്, മറ്റുള്ള പല കാര്യങ്ങളും, എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളുണ്ടോ അതെല്ലാം മൊത്തം ഇതിനുള്ളില് നമ്മുടെ ഫാമിലിയുടെ, മക്കളുടെ, ഫാദർ മദർ എല്ലാവരുടെയും കൊടുത്ത് നമുക്ക് ഇതിൽ ഹെഡ് കൊടുക്കുക. ഇപ്പൊ ആധാർ കാർഡ് ആണെങ്കിൽ ആധാറിന്ന് കൊടുക്കുക. എന്നിട്ട് ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ ഗാലറിക്ക് പോകും. ഗാലറിയിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താകും, നമുക്ക് അവിടുന്ന് ഫോട്ടോസ് എടുക്കാം. ഗാലറിയിൽ പോവുക, ഡോക്യുമെന്റ് എടുക്കുക, പ്ലസ് ബട്ടൺ എടുക്കുക, ഏതാണോ ഹെഡ് കൊടുക്കുക, ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഗാലറിയിൽ പോവാം. കണ്ടോ? ഇവിടെ നിന്ന് നമുക്ക് ഏത് ഫോട്ടോസ് ആണ് വേണ്ടത് ആ ഫോട്ടോസ് സെലക്ട് ചെയ്യുക, അതവിടെ ആഡ് ആകും. കണ്ടോ? നേരെ സേവ് ബട്ടൺ കൊടുക്കുക. ഓക്കെ, അതവിടെ സക്സസ്ഫുള്ളി ആഡ് ആയി. പിന്നെ നമുക്ക് ഇനി പിന്നീട് എപ്പോഴും വേണമെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് യെസ് കൊടുത്താൽ മതി. കണ്ടു? ഇതേപോലെ നമുക്കത് സെൻഡ് ചെയ്യാം, നമ്മൾ ആവശ്യത്തിന് എടുക്കാൻ പറ്റും. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുന്നു വെക്കാം. ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പൊ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്, ആ ഒരു ഫീച്ചർ. ഓക്കെ, ഇനി അടുത്തത് പാസ്വേഡ് മാനേജർ പറഞ്ഞു, ഡോക്യുമെന്റ് മാനേജർ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ എന്താണ് കാണിക്കുന്നത്, ടാസ്ക്. ടാസ്ക് നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പൊ അതില്
ഇപ്പൊ സേവ് ആപ്പിന്റെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ കല്യാണോ അല്ലെങ്കിൽ മറ്റുള്ള പല ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അതിന്റെ ടൈം നമുക്ക് എന്ത് ചെയ്യാം, എത്ര മണിക്കാണ് എന്നുള്ളത് കറക്റ്റ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. 10 മണിക്കാണെങ്കിൽ 10 മണിക്ക്, അത് കറക്റ്റ് റിമൈൻഡിങ് ഡേറ്റ് ആണെങ്കിൽ അത് നമുക്ക് 18-ാം തീയതിക്കാണ് റിമൈൻഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. വൺ ടൈം ആണോ അല്ലെങ്കിൽ എപ്പോഴാണോ ഏതാണോ അതിനെ കുറിച്ചിട്ട് നമുക്കത് റിമൈൻഡിങ് ചെയ്യാൻ വേണ്ടി ചെയ്യാം, സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ എത്ര പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ സേവ് ചെയ്ത് വെച്ചാൽ നമ്മൾ അത് കറക്റ്റ് റിമൈൻഡിങ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഡയറിയിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ നമുക്ക് നല്ല തിരക്കുള്ള ആൾക്കാരാണ് അല്ലെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരുപാട് പ്രോഗ്രാമുകൾ ട്രാവലിങ്ങിലും അതിലേക്ക് മറ്റു കാര്യങ്ങളും, ടീച്ചേഴ്സ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, ആരാണെങ്കിലും നമുക്ക് ബുക്ക് എടുത്ത് എഴുതാനോ ഇതിനൊന്നും ടൈമില്ല, തിരക്കാണ്, ബിസിയാണ്. എങ്കിലും നമുക്ക് എന്താണ് സബ്ജക്ട്, എന്തിനെ കുറിച്ചിട്ടാണ്, ഇപ്പൊ സേവ് ആപ്പിനെ കുറിച്ചിട്ടാണെങ്കിൽ സേവ് ആപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ എൻ്റർ ഡാറ്റ എന്നല്ലേ അതിന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, അതിനാർക്കും സമയമില്ലല്ലോ. അപ്പൊ ഇതിൽ നമ്മൾക്ക് നമ്മുടെ വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഫുള്ളായിട്ട് റൈറ്റപ്പ് ആയിട്ട് അവിടെ വരും, അവിടെ എഴുതി വരും. നമ്മളിങ്ങനെ വോയിസ് കൊടുത്താൽ മതി. നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ കറക്റ്റ് അത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണോ വേണ്ടത്, മലയാളമാണോ ഇംഗ്ലീഷിലാണോ ഏത് തരത്തിലാണോ അത് വരേണ്ടത്, കണ്ടോ, മലയാളം ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഹിന്ദി, ഇംഗ്ലീഷ്, അറബി ഏത് ലാംഗ്വേജിലാണോ അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലാംഗ്വേജിൽ അവിടെ ടെക്സ്റ്റ് ആയിട്ട് വരും. അതിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ PDF എടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്കത് കാണിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണ്, ഞാൻ ഇതിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ വോയിസ് ബട്ടൺ അമർത്തിയാൽ വോയിസ് വരൂല. അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്ത് നോക്കുക, ഇതേപോലെ നിങ്ങൾ എന്താണോ ഹെഡ് വേണ്ടത്, സബ്ജക്റ്റ് എന്തിനെ കുറിച്ചിട്ടാണ്, ഇപ്പൊ ഒരു ടീച്ചർ കുട്ടികൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്തെങ്കിലും കഥ പഠിക്കാൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഫിലിം ആഡ് കൊടുക്കുക. എന്നിട്ട് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഫിലിം സെലക്ട് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഈ ഒരു ഡയറി നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇനി അത് കഴിഞ്ഞാലോ, ഡ്രീം. നമ്മൾ ഒരുപാട് ആളുകൾ സ്വപ്നം കാണും, അതല്ലെങ്കിൽ മോട്ടിവേഷൻ കേൾക്കും, അതല്ലെങ്കിൽ ഒരുപാട് വീഡിയോസുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലെ. നമുക്ക് ഡ്രീം ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കും. പക്ഷെ അതിലേക്ക് എത്തേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഒരു ഫോളോ അപ്പിന്റെ ഭാഗമാണ്. ഇപ്പോ അതിന് ഈ സേവ് ആപ്പ് നമ്മെ സഹായിക്കുന്നു. ഡ്രീമിൽ പോയി കഴിഞ്ഞാൽ സെലക്ട് ടാർഗറ്റ്. എന്താണോ നമുക്ക് ടാർഗറ്റ്, കാറാണോ, ന്യൂ ഹോം ആണോ, എഡ്യൂക്കേഷനിക്ക് വേണ്ടിയിട്ടാണോ, എമർജൻസി, ഹെൽത്ത് കെയർ, പാർട്ടി, ഇനി ഇതൊന്നുമില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ എക്സ്ട്രാ നമുക്കത് ഉണ്ടാക്കാം. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമുക്കൊരു ന്യൂ ഹോം വേണമെന്ന് കൂട്ട്, ന്യൂ ഹോം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹെഡ് കൊടുക്കുന്നു. ടാർഗറ്റ്, വീടിനൊരു ടാർഗറ്റ് ഒരു 50 ലക്ഷം രൂപ കൂട്ടിക്കും. ഒറ്റ ഓക്കെ, ആഡ് ചെയ്ത് സെലക്ട് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സേവ്ഡ് എമൗണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 1 lakh rupees ഉണ്ട് എന്ന് കൂട്ടിക്കോ, തൽക്കാലം കയ്യിലുള്ളത്. ഓക്കെ, നമ്മുടെ സെലക്ട് ടാർഗറ്റ് ഡേറ്റ്. ഇപ്പോ ഇതിപ്പോ 2025 അല്ലെ, നമുക്കൊരു 26, 27 ആയിരിക്കാം, അല്ലെങ്കിൽ 26 ഒരു വർഷം എന്ന് കൂട്ട്. ആ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന ഡേറ്റിൽ എനിക്കത് പൂർത്തിയാക്കണം അല്ലെങ്കിൽ എന്നുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കിക്കോളൂ. ആഡ് കണ്ടോ, ഇപ്പൊ ഇവിടെ നമുക്ക്
കറക്റ്റ് റിമൈൻഡിങ് ചെയ്യും. എങ്ങനെ? ഇപ്പൊ ന്യൂ ഹോം വേണം, ടാർഗറ്റ് എമൗണ്ട് 50 ലക്ഷം രൂപ. ഓക്കെ, ഇപ്പോ 2% എത്തിയിട്ടുണ്ട്. ഇതെന്തൊക്കെ എങ്ങനെ കാണാൻ പറ്റും? നമുക്ക് അതിമൊന്ന് അങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ? ഇതേപോലെ നമുക്ക് ഒരു ഫോളോ അപ്പ്, ശരിക്കും പറഞ്ഞാൽ എന്തിനും ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതേപോലെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് ചെയ്യാം. ഇനി അത് കഴിഞ്ഞാൽ മൊബൈൽ റീചാർജ് ആണ്. നമുക്ക് എയർടെൽ, BSNL, VI, ജിയോ, ഇങ്ങനെ 4 രീതിയിലുള്ള റീചാർജുകൾ ചെയ്യാൻ പറ്റും. ഏത് നമ്പറാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രൊവൈഡർ സെലക്ട് ചെയ്യാം. ഏതാണോ, ജിയോ ആണോ, എയർടെൽ ആണോ, വി ആണോ സെലക്ട് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ പാക്കേജുകളും വരും. ഇനി ഡാറ്റ ആണെങ്കിൽ ഡാറ്റ കാണിക്കും, വാലിഡിറ്റി ആണെങ്കിൽ വാലിഡിറ്റി, ടോക്ക് ടൈം ആണെങ്കിൽ അത്. അപ്പൊ ഇതെല്ലാം ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നേരെ സെലക്ട് ചെയ്താൽ മതി. സബ്മിറ്റ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പേയ്മെന്റ് ഇൻഫർമേഷൻ അഥവാ ചെക്ക്ഔട്ട് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് നമുക്ക് UPI ഉപയോഗിച്ച് പേയ്മെന്റ് കൊടുത്താൽ റീചാർജ് ആകും. അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രൂപ്പുകളിലുണ്ട്, ബിസിനസ് സൈറ്റിലുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ട്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് DTH റീചാർജ്, നമുക്ക് TV റീചാർജ് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞാലോ അടുത്തത് വിസിറ്റിംഗ് കാർഡ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. ഒരു ഉദാഹരണത്തിന് നോക്കാം. നമുക്ക് ഇപ്പോ നമ്മൾ ഒരു കമ്പനിയോ സ്ഥാപനമോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ എന്ത് പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് നമുക്ക് ദിവസം മാറി മാറിയിട്ട് വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. പേര് കൊടുക്കാം, അതേപോലെ തന്നെ ഫോൺ നമ്പർ കൊടുക്കാം, വാട്സപ്പ് നമ്പർ കൊടുക്കാം, നമുക്ക് ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ID കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് കൊടുക്കാം. ഓക്കെ, നമുക്ക് റാങ്കുകളോ അല്ലെങ്കിൽ കൊടുക്കാം, വെബ്സൈറ്റ് കൊടുക്കാം. ഇത് നിങ്ങളുടേതായ ബിസിനസിന്റെ ജോബിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാട്ടോ. സേവ് ആപ്പിന്റെ മാത്രമല്ല ചെയ്യാൻ പറ്റുക. സേവ് ആപ്പിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ സേവ് ആപ്പിന്റെ ലിങ്ക് ഇപ്പൊ ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം റഫർ ലിങ്ക് അല്ലെ, ഇതാണ് റഫർ ലിങ്ക് വരുന്നത്. അപ്പൊ സേവ് ആപ്പിന്റെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് അതിവിടെ കൊടുക്കാം. നമുക്ക് കൂപ്പൺ കോഡ് ഉണ്ട്, കൂപ്പൺ കോഡ് കൊടുക്കാം. നമുക്ക് ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിന്റെ ലിങ്ക് കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കാം. യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബിന്റെ ലിങ്ക് കൊടുക്കാം. നമുക്ക് ടോട്ടലി അഡ്രസ്, നമ്മുടെ കമ്പനിയുടെ സ്ഥാപനത്തിന്റെ ഒക്കെ അഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത് എത്ര വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ കൊടുക്കാം. എന്നിട്ട് നേരെ സബ്മിറ്റ് കൊടുക്കുക. കണ്ടോ? ഇതേപോലെ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ഇമേജ് ഇല്ലാതെ നമുക്ക് അയക്കാൻ പറ്റും. ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് അയക്കാം. ഇനി ഇമേജ് മോഡലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല ഫോർമാറ്റില് കണ്ടോ, വീണ്ടും വീണ്ടും ചേഞ്ച് ചെയ്യാം. ഓരോ ദിവസം ഓരോ മോഡലിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് വെക്കാട്ടോ. ഇതിൽ തന്നെ ഓൾറെഡി ഉള്ളതാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ നമുക്ക് എത്ര വിസിറ്റിംഗ് കാർഡ് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഡൗൺലൈനും അങ്ങനെ എല്ലാവർക്കും എത്ര വേണമെങ്കിലും ചെയ്യാം. പുതിയ ഫോട്ടോസ് വേണമെങ്കിൽ ഈ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യാം. മിനിമം ഒരു 100 KB ഫോട്ടോസ് ആണ് കൊടുക്കാൻ പറ്റുക. ഇപ്പൊ ഇത് എടുക്കുമെന്ന് അറിയില്ല. ഇല്ല, കണ്ടോ, 100 KB. അതിനുള്ളിലുള്ള ഫോട്ടോസുകളൊക്കെ വെച്ച് നമുക്ക് വിസിറ്റിംഗ് കാർഡ് അൺലിമിറ്റഡ് ആയിട്ട് ഈ ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞ വെബ്സൈറ്റ് ലിങ്ക്. നമുക്ക് ഒരുപാട് വെബ്സൈറ്റ് ഉണ്ടല്ലേ, പല പ്രോഗ്രാമിന്റെ വെബ്സൈറ്റുകൾ ഉണ്ടാകും. അതെല്ലാം നമുക്ക് ഇതിനുള്ളിൽ എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എമർജൻസി നമ്പേഴ്സ്,
എത്രത്തോളം നമുക്ക് അത്യാവശ്യം വരുമ്പോഴാണ് നമ്മൾ നമ്പറുകൾ ആരെങ്കിലുമൊക്കെ വിളിക്കുക, തപ്പുക, ഓടി നടക്കുന്നത്. എന്നാൽ എല്ലാ നമ്പറുകളും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പൊ ഉപ്പാന്റെ നമ്പർ നമ്മൾ ഏതാണോ അത് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. നമുക്കിത് പിന്നീട് നമ്മൾ കോണ്ടാക്റ്റിലേക്ക് ഒന്നിലേക്കും പോകണ്ട. ഇതിൽ നിന്ന് തന്നെ കോൾ ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് തന്നെ മെസ്സേജ് അയക്കാൻ പറ്റും, ഇതിൽ നിന്ന് തന്നെ നമുക്ക് കോൾ ചെയ്യാം. കണ്ടോ, ഈ രീതിയിൽ കോൾ ചെയ്യാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് ഒരുപാട് ഡീറ്റെയിൽസുകളുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ സേവ് ആപ്പ്. ഇനി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഒക്കെ റിസൾട്ടുകളൊക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ടാകും. നമ്മൾ അൺസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഇത് മൊബൈൽ മാറുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഡിസ്റ്റർബ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. പല ആളുകൾക്കുള്ള സംശയം ഉണ്ടാകും, ഇതെല്ലാം സേഫ് ആണോ? നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ 100% സേഫ് ആണ്. നിങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം മൊബൈൽ ഫോൺ വിശ്വസിക്കുന്നുവോ അത്രയും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇതിലൊരു തേർഡ് പാർട്ടി കണക്ഷൻസ് ഒന്നും ഇല്ല, ഇതിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല, ഇതിലൊരു പരസ്യം കയറി വരുന്നില്ല. ഇത് ഈ കമ്പനി തന്നെ സ്വന്തമായി തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് തീർച്ചയായിട്ടും 100% സേഫ് ആണ്. അതുകൊണ്ട് ഇതിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവില് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഡാറ്റ ബാക്കപ്പ് കണ്ടോ, ഡാറ്റ ബാക്കപ്പ് അതിൽ പോയിട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. ഇപ്പൊ നമ്മൾ അതിൽ എന്തൊക്കെ ചെയ്തു വെച്ചോ അതെല്ലാം ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മുടെ മൊബൈൽ മാറിയാലും നമ്മുടെ പ്രോഗ്രാം മാറിയാലും ഒക്കെ നമുക്ക് പിന്നീട് നമ്മൾ വേറെ ഫോണില് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക, കൃത്യമായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ന് മുതൽ ഉപയോഗിച്ച് തുടങ്ങുന്നുവോ അന്ന് മുതൽ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും, അല്ലേ? ഇപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ ഇതിൽ ഞാൻ പറയാം അല്ലെങ്കിൽ കാണിക്കാം. റിപ്പോർട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു വർഷമോ ഒരു മാസമോ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഒരൊറ്റ ക്ലിക്കിൽ ഈ ഒരു PDF എടുത്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇതേപോലെ PDF എടുക്കാം, ഇതേപോലെ PDF നമുക്ക് എടുക്കാൻ പറ്റും. ഈ PDF നമുക്ക് അയക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അല്ലെ, നമ്മൾ കിട്ടുന്ന വരുമാനം എന്ത് ചെയ്തു, ഏത് ചെയ്തു, എന്തൊക്കെ ചെലവാക്കി എന്നുള്ളത് ഒന്നുകിൽ ഭാര്യ അതല്ലെങ്കിൽ ഹസ്ബൻഡ് അതല്ലെങ്കിൽ മക്കൾ ചോദിക്കുമ്പോൾ PDF എടുത്ത് അങ്ങ് അയച്ചു കൊടുക്കുക. ഇതങ്ങ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റും നമ്മൾ എന്തിനൊക്കെ ചെലവാക്കി, എവിടെയൊക്കെ ചെലവാക്കി എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇതങ്ങ് അയച്ചു കൊടുത്താൽ മതി. ഇതേപോലെ PDF വരെ നമുക്ക് ഓരോന്നിന്റെ സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഈ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കാം. തികച്ചും ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും അതേപോലെ തന്നെ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് വരെ നമ്മൾ എന്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ട് ഒന്ന് പറയാമോ? ഈ കറക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയ ആളുകൾ ആരൊക്കെയുണ്ട്? മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാം. സാറേ, ഞാൻ അരുളാണ്. ഞാനിത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ Okay, thank you. Congratulations. ജമീല പൊന്നാനി, ഞാൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സാറേ, ഷംസുദ്ദീൻ കണ്ണൂർ 4-5 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 5 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ബുഷ്രാദാണ് സാറേ ചെയ്യുന്നുണ്ട്. ഉപയോഗിക്കുന്നുണ്ട്. ഈ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ എന്താണ് സാറേ, ബെനിഫിറ്റ് ഞാൻ ആണോ? ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിച്ച് തുടങ്ങി. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പ്രതാപൻ സാർ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. പ്രകാശ് ബാബു. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും. ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ,
ഇപ്പോ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, ഓരോ ആളുകളും ഉപയോഗിക്കുന്നത് ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രൂപ്പില് ഇതിന്റെ ട്രെയിനിങ് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. വളരെ ക്ലിയർ ആയിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അവർക്ക് വീഡിയോ സഹിതം നമ്മൾ കൊടുക്കും. അതേപോലെ ഉപയോഗിക്കുന്ന ആളുകൾ അയക്കുന്നതാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, അതിന്റെ ഒരു റിസൾട്ട് ആണ് ഈ കാണിക്കുന്നത്. എന്ന് പറയുകയാണെങ്കിൽ 2024 ജനുവരി മുതൽ ഒട്ടുമിക്ക ആളുകളും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള സംശയങ്ങൾ വേണമെങ്കിലും ചോദിക്കാനുള്ള അവസരം നമ്മൾ ട്രെയിനിങ് ഗ്രൂപ്പുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വാങ്ങിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട്, നിങ്ങൾ ഫ്രീ യൂസർ ആണെങ്കിലും നിങ്ങൾ ഫാമിലി യൂസർ ആണെങ്കിലും നിങ്ങളുടെ പേര്, നിങ്ങളുടെ ID നമ്പർ, നിങ്ങൾ ഏതാണോ സ്റ്റാറ്റസ് അത് കൊടുത്തുകൊണ്ട് ആ ഗ്രൂപ്പിലേക്ക് സ്വയം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ഇഷ്ടപ്രകാരം അതിലേക്ക് കടന്നു വരാം. ഒരിക്കലും നമ്മൾ ആഡ് ചെയ്യുന്നതെല്ലാം നമുക്ക് അതിലേക്ക് കടന്നു വരാം. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്ത് സംശയങ്ങളാണെങ്കിലും അതില് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് റൈറ്റപ്പ് ആയിട്ടോ വോയിസ് ആയിട്ടോ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഒന്നിനും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ നാളുകളിൽ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവരെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും നമ്മുടെ സേവ് ആപ്പ്. അത് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ നല്ലൊരു വരുമാന മാർഗവും ഈ സിസ്റ്റത്തിലുണ്ട്, ഈ കമ്പനിയിലുണ്ട്. ഒരു എക്സ്പീരിയൻസ് ഉള്ള 26 വർഷം പിന്നിട്ട ഒരു IT കമ്പനി, സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി, ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലൊക്കെ ഒരുപാട് കസ്റ്റമർ ബേസ് ഉള്ള ഒരു IT കമ്പനി. ആ കമ്പനിയുടെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ആരോടും പറയാൻ പറ്റും, എവിടെയും പറയാൻ പറ്റും. ഈ കമ്പനിയുടെ പ്രൊഫൈല് പറയാം, അതേപോലെ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ മീറ്റിംഗ് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാവരും കൂടി ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു ഫോളോ അപ്പിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുമ്പോൾ കമ്പനി നമുക്കൊരു വരുമാനം തരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും പ്രൊഡക്റ്റിന്റെ ഒരു ഭാഗത്തേക്ക് പോലും ഞാൻ എത്തിയിട്ടില്ല കേട്ടോ. നമുക്ക് നെക്സ്റ്റ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതിനൊക്കെ ഓരോ റൈറ്റപ്പ് ആയിട്ടും PDF ആയിട്ടും വീഡിയോസുകളായിട്ടും ഒക്കെ നമുക്ക് ഗ്രൂപ്പുകളിലുണ്ട്. നിങ്ങൾ അത് ചോദിച്ച് വാങ്ങിച്ച് ഇന്നു മുതൽ എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങുക. നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണോ അത് ഗ്രൂപ്പുകളിൽ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഈ നല്ലൊരു അവസരം എത്തിക്കുക. ഓക്കെ, താങ്ക് യു. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്.